നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്കറിയാം, ഒന്നിലധികം തവണ ദുബായിലെ ബുർജ് ഖലീഫയിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു ഷിഹാബ് ഷായെക്കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ തട്ടിപ്പിൻ്റെ പുതിയ വിശദാംശങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇത്. മറുനാടൻ വ്യാജമാണ് പറഞ്ഞത്, മറുനാടൻ കള്ളമാണ് പറഞ്ഞത് എന്നൊക്കെ അന്ന് ഷിഹാബ് ഷായെ പോലെയുള്ള തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ നക്കാപ്പിച്ച വാങ്ങിക്കൊണ്ട് കളത്തിലിറങ്ങിയിരിക്കുന്ന ഷെരീഫ് എന്ന് പറയുന്ന വ്ളോഗറുമൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഷിഹാബ് ഷാ നിരവധി പേരെ തട്ടിച്ച് കീശ വീർപ്പിച്ചിട്ടാണ് ഇപ്പോൾ ബുർജ് ഖലീഫയിൽ സുഖമായി താമസിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പലതും പുറത്തു വന്നു. ഷിഹാബ് ഷായ്ക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും വാറന്റുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസ് വരെ അയച്ചതായി ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഷിഹാബ് ഷായ്ക്കെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസ് കണ്ടിട്ടില്ലാത്തവർ ഒരിക്കൽ കൂടി കാണുക. ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് കോടികളുടെ തട്ടിപ്പാണ് ഷിഹാബ് ഷാ നടത്തിയിരിക്കുന്നത്. ആ ഷിഹാബ് ഷാ ഇപ്പോൾ ദുബായിലും തട്ടിപ്പ് നടത്തുന്നു. ബുർജ് ഖലീഫയിൽ അദ്ദേഹം തട്ടിപ്പിന്റെ ആസ്ഥാനം പണിതിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ. ഒപ്പം ഹണി ട്രാപ്പിലൂടെ നിരവധി പേരെ ദ്രോഹിച്ചിരിക്കുന്നു എന്ന വിശദാംശം പുറത്തു വരുന്നു. ഖത്തറിൽ താമസിക്കുന്ന മലബാർ ജില്ലക്കാരനായ ഒരു മലയാളി എന്നെ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടിരുന്നു. മറുനാടനിൽ വന്ന ഷിഹാബ് ഷായുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ തൽക്കാലം പുറത്തു പറയാൻ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് 3.5 കോടി രൂപ ഷിഹാബ് ഷായുടെ ഈ കെൻസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൽ 90% പണവും പോയത് ഗാന വിജയൻ എന്നു പേരുള്ള മാഹിക്കാരിയായ ഷിഹാബ് ഷായുടെ തട്ടിപ്പിന് കുടപിടിക്കുന്ന ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്കാണ്. അതിൽ ഓപ്പറേഷൻസ് ഹെഡും സിഇഒയുമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഈ സ്ത്രീയാണ് അയാളെ ബന്ധപ്പെട്ടതും ഈ സ്ത്രീയുടെ ഹണി ട്രാപ്പിൽപ്പെട്ടാണ് അയാൾ പണം മുടക്കിയതും. ഭർത്താവും കുട്ടികളുമൊക്കെയായി അവിടെ താമസിക്കുന്ന ഈ ഗാന വിജയൻ നിരവധി പേരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം അടിച്ചു മാറ്റിയിരിക്കുന്നു. ഷിഹാബ് ഷായോട് പണം ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതിന്റെ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഗാന വിജയനെയും ഷിഹാബ് ഷായും പ്രതിയാക്കിക്കൊണ്ട് ദുബായിലും ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. വലിയ തോതിലുള്ള തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. 3.5 കോടി രൂപ പല വിധത്തിൽ തട്ടിച്ച് ഉണ്ടാക്കുന്നു. എന്നാൽ പലരും മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, UAEയിൽ ഒരു സാമ്പത്തിക തർക്കമുണ്ടായാൽ ആ പണം കൊടുത്ത് 1 വർഷത്തിനകം കേസ് കൊടുക്കണം എന്നാണ് അവിടുത്തെ പുതിയ നിയമം. നേരത്തെ ഇല്ലാത്ത നിയമമാണ്. അതിനെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ഈ 1 കൊല്ലക്കാലം അവർ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും. പല കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞ് അതിനുവേണ്ടിയാണ് ഹണി ട്രാപ്പുകാരെ പോലും ഉപയോഗിക്കുന്നത്. ഒടുവിൽ 1 കൊല്ലം കഴിയുമ്പോൾ അവർ കളം വിടും. ആർക്കും കേസ് കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടാവും. ഷിഹാബ് ഷായും ഗാന വിജയനും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമ്മാതിരിയുള്ള തട്ടിപ്പാണ്. പണം മുടക്കിയവർക്ക് പണം തിരിച്ചു കിട്ടാത്ത വിധത്തിൽ, അവർക്ക് കേസ് കൊടുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ആസൂത്രിതമായ തട്ടിപ്പ്. ഇത് മാത്രമല്ല, ഇവരെടുത്തിരിക്കുന്ന കമ്പനി അപ്പോഴേക്കും ആ ലൈസൻസ് ഉപയോഗിച്ച് മറ്റൊരു കമ്പനിയാക്കി മാറ്റും. ആ പഴയ കമ്പനിയുടെ അക്കൗണ്ട് പോലും ഉണ്ടാവില്ല. കേസ് കൊടുത്താലും പണം കിട്ടാത്ത സാഹചര്യമുണ്ടാവും. വലിയ തോതിലാണ് ഷിഹാബ് ഷായും സംഘവും പണം പിരിക്കുന്നതും തട്ടിപ്പ് നടത്തുന്നതും. ഈ ഗാന വിജയൻ വഴി ഏതാണ്ട് 1 ലക്ഷം ദിർഹം കൊടുത്ത ഒരാളും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അയാൾ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു. ഷിഹാബ് ഷായെ മാത്രമല്ല, ഗാന വിജയനെയും പ്രതി ചേർക്കും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ഹണി ട്രാപ്പിനെ പോലും ഇരയാക്കിക്കൊണ്ട് ഇവർ നടത്തുന്ന തട്ടിപ്പിന്റെ ഇരകളായിരിക്കുന്ന അനേകം പേരുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്നത് ഷെരീഫിനെ പോലെയുള്ള വ്ളോഗർമാരും. അവർക്ക് കിട്ടുന്ന നക്കാപ്പിച്ചയും ബുർജ് ഖലീഫയുടെ മുകളിൽ തട്ടിപ്പുകാരന്റെ ആസ്ഥാനത്ത് പോയി കിട്ടുന്ന വിരുന്നുമാണ് ഇവരുടെയൊക്കെ പ്രചോദനം. വാസ്തവത്തിൽ ഷിഹാബ് ഷായേക്കാൾ ഗുരുതരമായി കുറ്റകൃത്യം ചെയ്തതും തലമുറകളോളം ശാപം കിട്ടുന്നതും ഈ പറയുന്ന ഷെരീഫിനെ പോലുള്ള തട്ടിപ്പിന് കുടപിടിക്കുന്നവർക്കാണ്. ഇതിൽ 1-2 പേർ ഷെരീഫിനെ വിളിച്ച് സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു. ഞാൻ ആരോടും പണം വാങ്ങിയിട്ടില്ല, എന്നോട് ചോദിക്കരുത് എന്ന നിലപാടാണ് ഷെരീഫ് എടുക്കുന്നത്. എന്നാൽ ഈ തട്ടിപ്പുകാരന് കുടപിടിച്ചുകൊണ്ട് ആ തട്ടിപ്പുകാരൻ മഹാനാണ് എന്ന് പറഞ്ഞ് പ്രചരണം കൊടുക്കുന്ന ഷെരീഫും നിയമപരമായി ഉത്തരവാദിയാകും എന്ന് തിരിച്ചറിയുന്നില്ല. അതിനുള്ള പണി ഇരകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഷെരീഫ് മനസ്സിലാക്കാൻ പോകുന്നത് നിയമം അടുത്തെത്തുമ്പോഴായിരിക്കും. കെൻസ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ബ്രോക്കർ LLC എന്ന പേരിൽ ദുബായിൽ ഈ ഷിഹാബ് ഷാ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു. LLC 737754 എന്നായിരുന്നു നമ്പർ. ഈ സ്ഥാപനത്തിന്റെ പേരിലേക്കായിരുന്നു ദുബായിലുള്ള പലരും പണം നിക്ഷേപിച്ചത്. എന്നാൽ 2022 തന്നെ ഇതിന്റെ ലൈസൻസ് ഇല്ലാതായി. അത് പക്ഷേ ആരും അറിഞ്ഞില്ല. ആ ലൈസൻസ് നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സ്ഥാപനം തുടങ്ങി ആദ്യ സ്ഥാപനം പൂട്ടുകയാണ് ചെയ്തത്. അർമാനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ എന്റർപ്രൈസസ് ആൻഡ് ഡെവലപ്മെന്റ് LLC എന്നായിരുന്നു പുതിയ സ്ഥാപനത്തിന്റെ പേര്. പഴയ ലൈസൻസ് നമ്പർ തന്നെ അതിലും ഉപയോഗിച്ചു.
അതുകൊണ്ട് തന്നെ ആദ്യ സ്ഥാപനത്തിന് പണം കൊടുത്തവർക്ക് ഇനി പണം ക്ലെയിം ചെയ്യാൻ യാതൊരു വിധത്തിലും സാധ്യമല്ല. ഇപ്പോൾ അർമാനിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് പണം ശേഖരിക്കുന്നത്. ആ സ്ഥാപനവും പൂട്ടാനുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ബില്യനേഴ്സ് ഹോൾഡിംഗ്സ് എന്ന പേരിൽ പുതിയൊരു സ്ഥാപനം ആരംഭിക്കുകയാണ്. ഇനി ബില്യനേഴ്സ് ഹോൾഡിംഗിലായിരിക്കും തട്ടിപ്പ് നടത്തുന്നത്. 1-2 വർഷം മാത്രം ഒരു LLC രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് പണം ശേഖരിച്ചിട്ട് ആരും അറിയാതെ അത് അടച്ചുപൂട്ടുന്ന രീതിയാണ് ഷിഹാബ് ഷാ നടത്തിയത്. അതിനുവേണ്ടി അദ്ദേഹം ഡോക്ടർ എന്ന് പേരിനൊപ്പം ചേർക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ചിലരൊക്കെ പറയുന്നത് പരമ്പരാഗതമായി ബിസിനസ് ചെയ്യുന്നവരെന്നാണ്. തട്ടിപ്പിന് അകത്തായ ഒരു പിതാവ് അനേകം പേരെ കബളിപ്പിച്ചതിന്റെ പേരിൽ നാട്ടിൽ വരാൻ കഴിയാത്ത, ഇപ്പോൾ UAE ട്രാവൽ ബാൻ നേരിടുന്ന ഒരു തട്ടിപ്പുകാരൻ. അയാൾ നാട്ടുകാരെ പറ്റിച്ച കാശിന്റെ പുറത്ത് ബുർജ് ഖലീഫയിൽ സുഖിച്ചു ജീവിച്ച് വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തുറന്നു പറയുന്നവൻ അഴിമതിക്കാരനും തട്ടിപ്പുകാരനുമാകുന്നു. അനേകം തവണ ഞാൻ ചോദിച്ചതാണ്, ഷിഹാബ് ഷാ, ഞാൻ നിങ്ങളോട് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെപ്പോലൊരു നല്ലവനെ മോശക്കാരനാക്കാൻ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം, നിയമ നടപടി എടുക്കണമെന്ന്. എന്തുകൊണ്ടാണ് ഷിഹാബ് ഷായ്ക്ക് അത് കഴിയാത്തത്? തട്ടിപ്പുകാരനായതുകൊണ്ട്. അനേകം പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചതുകൊണ്ട് മാത്രമാണ് ഷിഹാബ് ഷാ നിങ്ങളുടെ പിന്നാലെ ഞാൻ കൂടിയിരിക്കുന്നത്. നിങ്ങൾ തട്ടിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ലാത്ത കാലം വരികയാണ്. സ്വന്തം നാട്ടിൽ അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ പോലും എത്താൻ കഴിയാത്ത ഗതികെട്ട മനുഷ്യനാണ് താങ്കൾ. ആ താങ്കളുടെ തട്ടിപ്പിന് കുടപിടിച്ച ഷെരീഫിനെ പോലുള്ളവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്താണ് ഷിഹാബ് ഷാ നടത്തിയ തട്ടിപ്പെന്ന് വിശദീകരിച്ചുകൊണ്ട് തട്ടിപ്പിനിരയായ ഒരാൾ എനിക്കൊരു കുറിപ്പ് അയച്ചു തന്നു. അത് സശ്രദ്ധം കേട്ടാൽ എത്രമാത്രം കൊള്ളക്കാരനും തട്ടിപ്പുകാരനുമാണ് ഷിഹാബ് ഷാ എന്ന് മനസ്സിലാവും. ഷിഹാബ് ആദ്യം കെൻസ ഹോൾഡിംഗ്സ് വില്ല പ്രോജക്ട്സ് തുടങ്ങി. തൃശ്ശൂരായിരുന്നു ആസ്ഥാനം, പിന്നീട് അത് പൂട്ടി. തൃശ്ശൂർ ആസ്ഥാനമായി കെൻസ വില്ല പ്രോജക്ട് തുടങ്ങുന്നു. ആ വില്ല പ്രോജക്ട് വയനാട് ബാണാസുര സാഗറിനോട് ചേർന്നായിരുന്നു. അതിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടവരാണ് മറുനാടനെ കോൺടാക്ട് ചെയ്തതും ഇപ്പോൾ ഷിഹാബിന്റെ അന്തകനായി മാറുന്നതും. അതിനുശേഷം കെൻസ വെൽനസ് ഹോസ്പിറ്റൽ എന്ന പ്രോജക്ട് തുടങ്ങി. കോഴിക്കോട് എലൈറ്റ് മാളിലായിരുന്നു ആസ്ഥാനം, പിന്നീട് അതും പൂട്ടി. ഈ ബാണാസുര സാഗറിലെ ഈ വില്ല പ്രോജക്ട് കെൻസ വെൽനസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാക്കി മാറ്റി. ഈ വില്ല പ്രോജക്റ്റിൽ പണം കൊടുത്തവർക്ക് പണം തിരിച്ചു കൊടുക്കാതെ അവരെ പറ്റിച്ചുകൊണ്ട് പുതിയ നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങി. അന്ന് ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം കൊച്ചി എലൈറ്റ് മാളിലേക്ക് മാറ്റി. വയനാട് കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങൾ ഒന്നും തന്നെ കെൻസ ഹോൾഡിംഗ്സിന്റെ പേരിലോ കെൻസ വെൽനസിന്റെ പേരിലോ ആയിരുന്നില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് പോലും കേരളത്തിൽ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എല്ലാം ശുദ്ധ തട്ടിപ്പായിരുന്നു. വയനാട്ടിലെ സ്ഥലം കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയതെങ്കിലും കെൻസ വില്ലയുടെയോ കെൻസ വെൽനസിന്റെയോ പേരിലായിരുന്നില്ല അതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ 2 പ്രോജക്റ്റിലും പണം നിക്ഷേപിച്ചവർക്ക് പണം നഷ്ടപ്പെട്ടു. ഇതേ രീതിയിൽ തന്നെയാണ് ദുബായിലും തട്ടിപ്പ് നടത്തിയത്. കെൻസ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് എന്ന ലൈസൻസിലാണ് ഒരു കമ്പനി തുടങ്ങിയത്. ലൈസൻസ് നമ്പർ 737754. ശേഷം 100 കണക്കിന് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ തത്തുല്യമായി UAE ദിർഹം വില്ലയ്ക്കും ഹോസ്പിറ്റലിനുമൊക്കെ ആയി പിരിച്ചു. ഈ കമ്പനി വഴി പണം പിരിച്ചത് ആദ്യം നടത്തിയ തട്ടിപ്പിലെ 2 സ്ഥാപനങ്ങളുടെ പേരിൽ, ഒന്ന് വില്ലയുടെ പേരിൽ, 2 വെൽനസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ പ്രോജക്ടിന്റെ പേരിൽ. 2022 ജൂൺ 30 ഈ ലൈസൻസ് കാലാവധി കഴിഞ്ഞു. പിന്നെ പുതുക്കിയിട്ടില്ല. ഇൻവെസ്റ്റ് ചെയ്ത് കാശ് നഷ്ടപ്പെട്ടവർ ഇനി കേസുമായി പോകുമ്പോൾ അങ്ങനെ ഒരു കമ്പനിയോ അക്കൗണ്ടോ ഇപ്പോൾ UAE നിലവില്ലെന്ന് മനസ്സിലാകും. അതിനുശേഷം ഇതേ ലൈസൻസ് നമ്പർ 737754 പുതിയൊരു സ്ഥാപനം തുടങ്ങി. അതിന്റെ പേരാണ് അർമാനി ഇൻവെസ്റ്റ് ഇൻ ഹെൽത്ത് എന്റർപ്രൈസസ് ആൻഡ് ഡെവലപ്മെന്റ് LLC, ഒരു സിംഗിൾ പാർട്ണർഷിപ്പ് കമ്പനി. നിലവിൽ ഇതിന് ലൈസൻസ് 30/06/2025 വരെയുണ്ട്. മേൽപ്പറഞ്ഞ കെൻസ കമ്പനികളിൽ പിരിച്ചെടുത്ത കാശ് മുഴുവൻ സ്വാഭാവികമായും സ്വന്തം പേരിൽ അർമാനിയിൽ മുതൽ മുടക്കി. കെൻസ ഹോൾഡിംഗ്സിലൂടെയും കെൻസ വെൽനസിലൂടെയും കെൻസ കൊമേഴ്സ്യൽ ബ്രോക്കേഴ്സിലൂടെയും മുതൽ മുടക്കിയ നിക്ഷേപകർക്ക് അർമാനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ആ അർമാനിക്കെതിരെ എങ്ങനെ കേസ് കൊടുക്കാൻ കഴിയും? കാരണം അത് മറ്റൊരു കമ്പനിയാണ്. മറ്റ് കമ്പനികളെല്ലാം പൂട്ടിപ്പോയ സ്ഥിതിക്ക് അവയെ പിടിക്കാനാകില്ല. കാശ് പോയവന് കാശ് പോയി. ഇതാണ് ഷിഹാബിന്റെ ജംബോ തട്ടിപ്പ്. ഇതുവരെ നടത്തിയ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്കൊക്കെ പോയി. കാരണം ആ സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിലില്ല. ഷിഹാബ് ഇൻവെസ്റ്ററുമായി ഒപ്പുവെച്ചിരിക്കുന്ന എഗ്രിമെന്റുകളെല്ലാം LLC എഗ്രിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷിഹാബിന് നടപടി സ്വീകരിക്കാൻ നിയമതടസ്സങ്ങൾ ഏറെയാണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ്. നിയമ നടപടി എടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ കോടതിയെ സമീപിക്കാൻ പാടില്ല. ഒരു ആർബിട്രേഷൻ മുഖാന്തരം പരിഹരിക്കണം എന്നൊരു ക്ലോസ് എഗ്രിമെന്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ എഗ്രിമെന്റുകൾ നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് ഷിഹാബ് വേഴ്സസ് പെമിന കേസിൽ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ തട്ടിപ്പുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മാഹിക്കാരിയായ ഒരു ഗാന വിജയനാണ്. ഷിഹാബിന്റെ തട്ടിപ്പ് കമ്പനിയുടെ എല്ലാം മാർക്കറ്റിംഗ് ഡയറക്ടർ ആൻഡ് ഹെഡ് ഓപ്പറേഷൻസ് ആണ് ഗാന വിജയൻ. ഗാനയ്ക്ക് ഭർത്താവും ഒരു മകളുമുണ്ട്. പ്രധാന ജോലി ഹണി ട്രാപ്പ്. ഖത്തറിൽ നിന്നുള്ള വ്യവസായിക്ക് 3.5 കോടി, ഖത്തറിലും UAE ഉൾപ്പെടെ മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലുമുള്ള മറ്റു പലർക്കും കോടിക്കണക്കിന് ദിർഹം പോയി.
പലർക്കും ഷിഹാബിനെ അറിയുക പോലുമില്ല. എല്ലാ കമ്മ്യൂണിക്കേഷൻസും നടത്തുന്നത് ഗാനയാണ്. കാശ് കൈമാറിയിരുന്നത് കൂടുതലും കെൻസ കമ്പനി അക്കൗണ്ടിലേക്കും പിന്നെ ഗാനയുടെ അക്കൗണ്ടിലേക്കും. കമ്പനിക്കെതിരെ കേസിന് പോകാൻ കെൻസ കമ്പനി ഇനി നിലവിലില്ല. ഗാനയ്ക്കെതിരെ കേസിന് പോയാൽ തിരിച്ച് പീഡന പരാതി കൊടുക്കും എന്ന ഭീഷണി. ഈ അടുത്ത രണ്ടുപേർ മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുകയും ആ പരാതി DGPക്ക് കൈമാറുകയും തുടർ അന്വേഷണത്തിന് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് കൈമാറിയതായുമുള്ള ഔദ്യോഗിക രസീത് പരാതിക്കാരന് കിട്ടുകയുണ്ടായി. മുഹമ്മദ് ഷിഹാബിനെയും ഗാന വിജയനെയും പ്രതികളാക്കിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിലുപരി ഇവർ രണ്ടുപേരെയും പ്രതികളാക്കി ദുബായ് കോടതിയിലും കേസ് നൽകി. കേസ് നടപടികൾ പുരോഗമിക്കുന്നു. അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഷിഹാബ് മറ്റ് പല കേസുകളിലും പെട്ട് ട്രാവൽ ബാൻ നേരിടുന്നു എന്നാണ്. UAE വിട്ടുപോകാൻ കഴിയില്ല. ഷിഹാബിന് കേരള പോലീസ് ഓൾറെഡി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഷിഹാബിന്റെ പാസ്പോർട്ട് റദ്ദ് ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ പണം നഷ്ടപ്പെട്ടവർ സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിൽ വിവിധ കോടതികളിൽ ഷിഹാബിനെതിരെയുള്ള കേസുകൾ പുരോഗമിക്കുന്നു. പലതും അവസാന ഘട്ടത്തിലാണ്. ഷിഹാബിന്റെ എല്ലാ പ്രോപ്പർട്ടികളും കോടതി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഷിഹാബ് നടത്തിയ തട്ടിപ്പ് എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഞാനത് വിശദീകരിച്ച് വായിച്ചത്. ഷിഹാബിന്റെ ഇരകളാകാതിരിക്കാൻ, ഗാന വിജയന്റെ ഇരകളാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗാന വിജയൻ ഇപ്പോൾ എനിക്കെതിരെ രംഗത്ത് വരുമെന്നറിയാം. എന്നാൽ ഗാന വിജയൻ ഏതെല്ലാം തരത്തിൽ പാവപ്പെട്ട മനുഷ്യരെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട് എന്നതിന്റെ വിശദമായ കോൾ റെക്കോർഡുകളുടെ ഒരു ശേഖരം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് വെച്ചിട്ടാണ് ഗാന വിജയന്റെ പേര് പുറത്തു പറയുന്നത്. അവർ എങ്ങനെയൊക്കെയാണ് പാവപ്പെട്ട മനുഷ്യരെ ചതിയിൽ വീഴ്ത്തുന്നത് എന്നത് അവരുടെ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാണ്. മാത്രമല്ല, ഷിഹാബിന്റെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ മുഖ്യ അംബാസഡറായി ഗാന വിജയൻ കോടികൾ സമ്പാദിച്ചതിന് തെളിവുകളും ലഭ്യമാണ്. ഷിഹാബ് മാത്രമല്ല, ഗാന വിജയനും ഈ തട്ടിപ്പിന് കുടപിടിക്കുന്ന വ്ളോഗർ ഷെരീഫുമൊക്കെ അഴിയെണ്ണുന്നത് വരെ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഈ ഇരകൾക്കൊപ്പം ഞങ്ങളും തുടരുന്നതാവും.